ഹലോ ഓൾ, എല്ലാവർക്കും കോഡ് അക്കാഡമിക്സ് ലേണിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന സീരീസാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് സി ആണ്. അപ്പം ഇത് നമ്മുടെ പാർട്ട് 3 ആണ് ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ. അപ്പോൾ പാർട്ട് 1 നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് ആഡ് ബിഗിൻ ടൈപ്പ് ഡാറ്റ ഇൻസെർഷൻ, പിന്നെ അത് കഴിഞ്ഞ് പാർട്ട് 2 നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ ആഡ് ചെയ്ത ഡാറ്റാസ് പ്രിന്റ് ചെയ്യുന്നതും, പിന്നെ ആഡ് എൻഡ്, അതായത് ഡാറ്റാസ് എങ്ങനെ സ്ട്രക്ചേഴ്സിൻ്റെ അവസാനം ആഡ് ചെയ്ത് പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സിന് മുകളിലെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എലിമെന്റ് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെത്തേഡ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതും. അതായത് നമ്മൾക്കിപ്പം ഡിലീറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പാസ് ചെയ്യുക, ഇതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുക HPTRൻ്റെ. ഇപ്പം നമുക്ക് ഈ ഡിലീറ്റ് എന്ന അകത്ത് നമുക്ക് ഏത് ഫീൽഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടാവില്ലേ. അതായത് ഇപ്പോൾ നമുക്ക് റാൻഡം ആയിട്ടൊരു നോഡ് നമ്പർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ നോഡിലുള്ള ഒരു ഏത് നമ്പറാണ്. അതായത് ഇപ്പം 5, 6, 7, 8 എന്നുണ്ടെങ്കിൽ 7 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 7 ഡിലീറ്റ് ആയി കിട്ടണം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കുക. ഇനി നമുക്കിതിന് റിട്ടേൺ ആവശ്യമില്ല. അപ്പം വോയിഡ് ഡിലീറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതാം. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സാണ് പാസ് ചെയ്യേണ്ടത്. അപ്പം ND ** PTR എന്ന് എഴുതാം, കോമ എൻഡ് ആ നമ്പറും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വേണ്ടത്. ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ, ഇങ്ങനെയല്ല ഉള്ളത്. ഈ ഒരു നള്ളെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം, ഇവിടെ C ഇടാം. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ B ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു B ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കേണ്ടത്, A5 Bയിലേക്ക് ലിങ്ക് ആവണം. ഈ B എന്നുള്ള സ്ഥലത്ത് B ഉണ്ടാവില്ല. അതിന് പകരം എന്ത് ചെയ്യണം, Cൻ്റെ അഡ്രസ്സ് ഇവിടെ വരണം, അല്ലേ. ഈ C ഇങ്ങോട്ട് വരണം. എന്നിട്ട് Aൻ്റെ ലാസ്റ്റുള്ള ഇവിടേക്ക് C വന്നിട്ട് Cൻ്റെ ലാസ്റ്റിലേക്ക് എന്ത് വേണം, ഈ നള്ളാണ് വേണം ലാസ്റ്റ് ആണെങ്കിൽ. ഓക്കെ, ഇത് ND *temp എന്നുള്ളൊരു പോയിന്റർ ഉണ്ടാക്കുക. അതിനെ പോയിന്റ് ചെയ്യിക്കേണ്ടത് എങ്ങോട്ടാണ്, നമ്മളെ HPTR, അതായത് നമ്മളെ ഹെഡ് പോയിന്ററിലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. *PTR എഴുതുക. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഇന്നലെ ആഡ് എൻഡ് പറയുമ്പോൾ പറഞ്ഞു, ഒരു നോഡിലെത്തുമ്പോൾ നമുക്ക് HPTR അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ നോഡിൻ്റെ എന്താ പറയുക, നമുക്ക് ലിങ്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സ് വേണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിന്റ് ചെയ്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യിക്കുക, ഒരു എലിമെന്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ലിങ്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്ററും കൂടെ കയ്യിൽ വയ്ക്കുക. പ്രീവിയസ് എന്നുള്ളൊരു പോയിന്റ് കയ്യിൽ വയ്ക്കുക. അത് ND ടൈപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഏതുവരെ പോകണം, അതായത് while temp വരെ പോകണം ഇത്. ഓക്കെ, എന്നിട്ട് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ഓരോരോ ടെമ്പിനും ഇല്ലേ, അതായത് ഈ ഒരു സാധനം, ഈ ടെമ്പ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു HPTR ആണ്. ഇവിടെ ടെമ്പ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ആദ്യത്തെ ഇതെടുക്കുമ്പോൾ, അല്ലേ. ഇവിടെയാണ് ടെമ്പ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ടെമ്പ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് ഡാറ്റ, അതായത് ഇഫ് temp arrow ഡാറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ ഈ നമ്പർ ആണെങ്കിൽ, ഓക്കെ, ഇവിടെ കുറച്ച് സാധനം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എൽസ് എഴുതേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, അതായത് ടെമ്പിനെ മുന്നോട്ടാക്കണ്ടേ. temp = temp arrow next, ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു വേറൊരു കണ്ടീഷനോടെ എഴുതാണ്ട്,
അതായത് ഡിലീറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ നോഡാണെങ്കിൽ ഒരു സംഭവം ചെയ്യാണ്ട്, അല്ലെങ്കിൽ വേറൊരു സംഭവം ചെയ്യാണ്ട്. അതായത് ഇഫ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വെച്ച ഈ ഒരു ടെമ്പ് എന്ന് പറയുന്നത് സ്റ്റാർ PTR ആണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ആദ്യത്തെ നോഡ് ഇവിടെ ഇതാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 10, 20, 30 അതാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതാണ് എൽസിൽ വരാം. ഓക്കെ, എൽസിൽ വരാം. ഓക്കെ, ഇനി ഈ 2 കണ്ടീഷൻ ഓർഡർ ഉണ്ട് ഇതിനകത്ത്. ആദ്യം നമ്മൾ ആ നമ്പർ അതാണെങ്കിൽ എന്ന് നോക്കും, പിന്നെ ആ നമ്പർ ആദ്യത്തേതാണോ അല്ലെങ്കിൽ പിന്നത്തേതാണോ എന്ന് നോക്കും. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഇത് 5 റിമൂവ് വേണം നമുക്ക്. 5 റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ ഉണ്ടാവില്ലല്ലോ. ഇതിവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബീൻ്റെ ഇതായിട്ട് എന്തിലേക്ക് ചെയ്യണം? HPTRലേക്ക് എന്ത് വരണം? ബി വരണം അല്ലേ? അതായത് സ്റ്റാർ HPTR എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർ PTR ആണ് അവിടെ. സ്റ്റാർ PTR എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരണം? അതായത് ടെമ്പ് ഇവിടെ അല്ലേ? ഇതല്ലേ ടെമ്പ് നമ്മളെ. ഇത് ഡിലീറ്റ് ചെയ്യണം. ഇതാണ് ടെമ്പ് നെക്സ്റ്റ്, അതായത് ബി അല്ലേ? ബി വരണം അവിടെ. ഓക്കെ, അപ്പം ടെമ്പ് ആരോ നെക്സ്റ്റ് വരണം. ഓക്കെ, അപ്പം എന്താ സംഭവിച്ചത് അവിടെ? ആദ്യം ഈ ഒരു ലിങ്ക് ഒഴിവായി. എന്നിട്ട് ഇവിടെ എന്ത് വന്നു? ടെമ്പ് നെക്സ്റ്റ് ബി എടുത്തിട്ട് HPTRന്റെ ഉള്ളിൽ വന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനിയൊന്നും ചെയ്യാനില്ല അല്ലേ? കാരണം നമുക്ക് അതായത് HPTR എന്നുള്ളത് ഇപ്പം എന്തായി? ഇവിടെ കണക്ഷൻ വന്നു, ഇങ്ങനൊരു കണക്ഷൻ വന്നു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ ഇത് കണക്റ്റഡ് ആക്കുള്ളൂ. ഇതിനെ നമുക്ക് ഒഴിവാക്കണ്ടേ? ഈ ഒരു മെമ്മറീനെ ഒഴിവാക്കണം, ഈ ഒരു ലിങ്ക് ഒഴിവാക്കണം നമുക്ക്. അതിനെന്ത് ചെയ്യണം? അതായത് ഫ്രീ ചെയ്യണം. ഏതിനെ? ടെമ്പിന്. ടെമ്പ് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന എവിടെയാ? ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പ് എന്ന് പറഞ്ഞാൽ പോയിന്ററിനെ നള്ളായി കളയണം. ടെമ്പ് ഈക്വൽ ടു നള്ളാക്കിയിട്ട് എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിന്നെ എൽസിൻ്റെയും ബാക്കിയുള്ള സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു 10 ഡിലീറ്റ് ചെയ്യണം. ഇത് HPTRന് ഓളല്ലല്ലോ, ഇവിടെ അല്ലേ? ഇത് കഴിഞ്ഞിട്ടല്ലേ ബി എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. 10 ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ 10 ഡിലീറ്റ് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ? ഇതാണ് ടെമ്പ് അല്ലേ? ടെമ്പ് 10 ആയിരിക്കും ടെമ്പ്. അതായത് ടെമ്പ് നെക്സ്റ്റ് അല്ലേ? ടെമ്പ് നെക്സ്റ്റ് എന്താ? സി എവിടെ കൊണ്ടുവരണം നമുക്ക്? ഇത് ഒഴിവാക്കിയാൽ ഈ സി ഇവിടെയല്ലേ കൊണ്ടുവരേണ്ടത് പിന്നെ. അപ്പം ഇതെന്താ? ഇവിടെ നമുക്ക് പോയിന്റർ ഉണ്ടോ എന്തെങ്കിലും? HPTR വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടെമ്പ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മളിവിടെ ഒരു സാധനം ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? പ്രീവിയസ് എന്നുള്ളത് പ്രീവിയസ് ആക്കി വെക്കണം ഇവിടെ. അങ്ങനെ ആകുമ്പോൾ എന്താവും? ഈ ഒരു ഫസ്റ്റ് ഓപ്പറേഷൻ കഴിയുമ്പോൾ അപ്പം ടെമ്പ് എന്നുള്ളത് പ്രീവിയസ് ആവും. അപ്പം ഈ ഒരു സ്ഥലത്തായിരിക്കും ടെമ്പ് എന്നുണ്ടാവുക, അല്ല പ്രീവിയസ് ഉണ്ടാവുക. ഓക്കെ, എന്നിട്ടാണ് ടെമ്പ് നെക്സ്റ്റിലേക്ക് പോവുക. ഓക്കെ, അതായത് ടെമ്പിൻ്റെ പിന്നാലെ തന്നെ എന്തുണ്ടാവും? പ്രീവിയസും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ അർത്ഥം, ഈ 2 ലൈൻ്റെ. ഓക്കെ, ടെമ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇവിടെ ആണെങ്കിൽ പ്രീവിയസ് അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവണം. 20 ആണ് ഡിലീറ്റ് ചെയ്യുന്നത് 10ൽ പ്രീവിയസ് പോയിന്റ് ചെയ്തേക്കും. 10 ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 5ൽ പോയിന്റ് ചെയ്തേക്കും. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എൽസ് ലോജിക്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ പ്രീവിയസും ഈ ടെമ്പും ഉണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, സീനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ 3 ബി അതായത് A, B, Cനെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ 2 പോയിന്റർ വെച്ചിട്ട്. അപ്പം ഇനി നമ്മൾ അതായത് പ്രീവിയസിന്റെ നെക്സ്റ്റ്, അതായത് ഈ ഒരു ഭാഗം ഇവിടെ എന്ത് ഇടണം? നമുക്ക് സി നടണം അല്ലേ? സി എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പിന്റെ നെക്സ്റ്റ് അല്ലേ? അപ്പം പ്രീവിയസ് നെക്സ്റ്റിലേക്ക് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ഇടും നമ്മൾ.
പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രീവിയസ് നെക്സ്റ്റിലേക്ക് ടെമ്പ് നെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ഇവിടെ നമുക്ക് സി ആവും. പിന്നെ എന്ത് ചെയ്യണം നമുക്ക്, അപ്പോൾ ഈ ഒരു ലിങ്ക് കട്ടായില്ലേ, ഇവിടുത്തെ ലിങ്ക് കട്ടായി, ഇത് പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അതായത് ഈ ഒരു ലിങ്ക് വരികയും ചെയ്തല്ലേ. ഇനി ഇതെന്ത് ചെയ്യണം, ഫ്രീ ചെയ്യണ്ട നമുക്ക്. അതായത് ഈ കണ്ടീഷൻ പോക്കണം. അതായത് ടെമ്പ് എന്താ ഫ്രീ ചെയ്യണം, സെയിം സാധനം തന്നെ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ടെമ്പിനെ നള്ളാക്കുകയും ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മളിവിടെ നമ്പർ പാസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പ്രിന്റ് എഫ് എൻ്റർ ദ ടു ബി ഡിലീറ്റഡ് സ്കാൻ എഫ് %d ആംബർസെൻഡ് നമ്മ കൊടുക്കുന്നു. എന്നിട്ട് ഈ നമ്പർ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. സെമിക്കോളൻ നമ്പർ ഡിക്ലെയർഡ്. ഓക്കെ, ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ./a.out 1 2 3 4 5 എൻ്റർ ദ നമ്പർ ടു ബി ഡിലീറ്റഡ് 4. കണ്ടോ, അതായത് 5 3 2 1 നമുക്ക് കിട്ടി, 4 ഡിലീറ്റ് ആയിപ്പോൾ നമ്മുടെ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 10 20 30 40 50 10 കണ്ടോ, 20 30 40 50 10 ഡിലീറ്റ് ആയിപ്പോൾ നമുക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാക്ക് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ നമ്പർ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി അല്ലേ. അത് ലാസ്റ്റത്തെ ഏതാ നമ്പർ ഉള്ളത് അത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ട്. അതിൻ്റെ ലോജിക്ക് എങ്ങനെ ആയിരിക്കും, ഒരു ഡിലീറ്റ് _ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്പർ വേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് $* പാസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമ്മളൊരു ഡിലീറ്റ് ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് ഡിലീറ്റ് ലാസ്റ്റ് ആൻഡ് SPTR. ഇതാണ് നല്ല. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു പോയിന്റർ അസൈൻ ചെയ്യാം ഇവിടെ. അതായത് ഹെഡ് പോയിന്റർ അല്ല, നമുക്ക് ND ഒരു ലാസ്റ്റ് എന്നുള്ള ഒരു പോയിന്റർ അസൈൻ ചെയ്തിട്ട് $PTR കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് വൈൽ ലാസ്റ്റ് ആരോ നെക്സ്റ്റ് വരെ എന്ത് ചെയ്യണം, ലാസ്റ്റ് ആരോ നെക്സ്റ്റ്. ഓക്കെ, ഇത് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലാസ്റ്റ് എന്ന് പറയുന്ന പോയിന്റർ, അതായത് ഏറ്റവും ലാസ്റ്റ് ഇതുവരെ ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് %d /n ലാസ്റ്റ് ആരോ ഡാറ്റ. ജസ്റ്റ് നോക്കാണ്. രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓക്കെ, കണ്ടോ,
അതായത് നമുക്ക് ലാസ്റ്റ് ഡാറ്റ ആയിട്ടുള്ള 1 നമുക്ക് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതായത് നമുക്ക് ലാസ്റ്റ് ഡാറ്റയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടെ പോയിന്റർ ലാസ്റ്റ് വന്ന് കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താ, ഈ ഡാറ്റ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവില്ല അല്ലേ. അതായത് ഇവിടെ നമുക്ക് സി ആണുള്ളത്. ഡാറ്റ സ്ട്രക്ചറിന്റെ ഇതെന്താ, നമുക്ക് ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നള്ളായിരിക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി നമുക്ക്, അതായത് ഇവിടെ ലാസ്റ്റ് എത്തിക്കേണ്ട, നമുക്ക് ഇതിന്റെ തൊട്ട് മുന്നേ ലാസ്റ്റ് എത്തിച്ചാൽ മതി അല്ലേ. ഇവിടെ ലാസ്റ്റ് എത്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എത്തിക്കണം എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ ജസ്റ്റ് മാറ്റിയാൽ മതി. അതായത് ലാസ്റ്റിന്റെ നെക്സ്റ്റ് നള്ളാണോ അല്ല നോക്കേണ്ടത്, എനിക്ക് ലാസ്റ്റിന്റെ നെക്സ്റ്റിന്റെ നെക്സ്റ്റ് നള്ളാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ലാസ്റ്റിനെ അവിടം വരെ ഓടിച്ചാൽ മതി. ഓക്കെ, അതായത് വെറുതെ നമുക്ക് ലാസ്റ്റ് നെക്സ്റ്റ് ആവുന്നത് വരെ ലാസ്റ്റിന് ഓടിച്ചാൽ മതി, ലാസ്റ്റ് നെക്സ്റ്റ് വരെ എത്തണ്ട. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കും നമുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റിന്റെ ഫ്രീ ചെയ്യുക. എന്തിനെ, ലാസ്റ്റ് ആരോ ഓക്കെ സെയിം തന്നെ വരാം. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മെമ്മറിയിലേക്ക് ഒഴിവാക്കി, ഇതിനെ ഫ്രീ ചെയ്തു. ഓക്കെ നമ്മൾ ഡാംഗ്ലിംഗ് പോയിന്ററും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താ പറയുക മെമ്മറിയിലേക്കും പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം നമുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെമ്മറിയിലേക്ക് വരും അവിടെ. കാരണം ആ ഒരു സ്ഥലത്ത് മെമ്മറി സേവ് ആയി കിടക്കും. അതിൻ്റെ മുന്നേ നമ്മൾ പോയിന്റർ എന്ത് ചെയ്യുക, നള്ളാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നള്ളാക്കിയില്ല, പോയിന്റർ നള്ളാക്കിയില്ലെങ്കിൽ ഇവിടെ ഫ്രീ ആയി ഉണ്ടാവും, പക്ഷെ ഇത് ഡാംഗ്ലിംഗ് ആയിരിക്കും ഈ പോയിന്റർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് എങ്ങനെയാണ് ഡാറ്റ സ്ട്രക്ചർ റിവേഴ്സ് ചെയ്യുക. ഞാൻ പറഞ്ഞത് റിവേഴ്സ് പ്രിന്റിംഗ് അല്ല, എങ്ങനെയാണ് ലിങ്ക് വൈസ് നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട് നമ്മുടെ അടുത്ത്. ലിങ്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പോയിന്റർ നമുക്ക് എന്തായാലും വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പോയിന്റർ വെച്ചിട്ടേ നമുക്ക് അതിന് നോഡിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 പോയിന്റർ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ആഡ് ബിഗിൻ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ റിവേഴ്സിനുള്ള ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് റിട്ടേൺ ടൈപ്പ് ഒന്നും വേണ്ട, വോയിഡ് റിവേഴ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതാം. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി നമുക്ക് അഡ്രസ്സ് പാസ് ചെയ്യണം. ഞാനിവിടെ റിവേഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ND**PTR വേണം. നമുക്കൊരു പോയിന്റർ വേണം, ഒരു ND ഒരു കറണ്ട് എന്നുള്ളൊരു പോയിന്റ് വേണം, കറണ്ട് നോഡ് കാണാൻ വേണ്ടിയിട്ട് കറണ്ട് എന്നുള്ളൊരു പോയിന്റ് വേണം. ഓക്കെ, എന്നിട്ട് വേറൊരു, അതായത് കറണ്ട് എന്നുള്ള പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കറണ്ട് നോഡ്, അതായത് സ്റ്റാർട്ടിങ് നോഡ്, അതായത് അവിടെ $PTR ആണ് കറണ്ട് നോഡ്. ഓക്കെ, പിന്നെ നമുക്കൊരു പ്രീവിയസ് എന്നുള്ളൊരു നോഡ് വേണം. ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നള്ളിലേക്ക് പോയിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വേറൊരു നോഡും കൂടെ വേണം, നെക്സ്റ്റ് എന്നുള്ളൊരു നോഡ് വേണം, നെക്സ്റ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇതിലേക്ക് തന്നെ പോയിന്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം, ND**next = കറണ്ട്. ഓക്കെ, കറണ്ടിലേക്ക് നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലൂപ്പ് ഇടണം. ഓക്കെ, അതായത് വൈൽ അതായത് കറണ്ട് എന്നുള്ളത് നള്ള് അല്ലാത്തത് വരെ, നോട്ട് ഈക്വൽ ടു നള്ള്. ഓക്കെ,
ഇതുവരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു ഡയഗ്രാം, ഒരു ജിഫ് ഡയഗ്രാം കാണിച്ചിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് ഇത് വർക്കാവുക. റിവേഴ്സ് ചെയ്യുന്ന ലോജിക്കാണിത്. ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇതാണ് സ്റ്റാർട്ടിങ് ഇതിൻ്റെ. ഓക്കെ, ഇതാണ് ലാസ്റ്റ്, ഇതാണ് സ്റ്റാർട്ടിങ്. ആദ്യം കറണ്ട് പ്രീവിയസ് എല്ലാം ഇതിൽ പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് എന്നുള്ളത് ഏറ്റവും കറണ്ട് ലാസ്റ്റിലേക്ക് പോയിന്റ് ചെയ്യും. ഇവിടുത്തെ ലിങ്ക് പിന്നോട്ട് തിരിയും, കറണ്ട് മുന്നോട്ട് പോകും, നെക്സ്റ്റ് പിന്നെയും മുന്നോട്ട് പോകും. ആ ഒരു പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റിനെ എടുത്തിട്ട്, അതായത് രണ്ടാമത്തെ നോഡിലേക്ക് ഇട്ടു അല്ലേ, ഒന്നാമത്തെ രണ്ടാമത്തെ നോഡിലേക്ക് ഇട്ടു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആരോ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ആരോ നെക്സ്റ്റ്. അതായത് നമുക്ക് ആദ്യത്തേലല്ല രണ്ടാമത്തേൽ കിടക്കും നെക്സ്റ്റ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ, നെക്സ്റ്റ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ലിങ്ക് തിരിച്ച് ബാക്കോട്ട് ഇടും. ഓക്കെ, നള്ളെന്ന് പറഞ്ഞാൽ നമുക്കെന്താ, ഇവിടെ പ്രീവിയസ് ആണല്ലേ, ഈക്വൽ ടു നള്ള്. അപ്പം എന്താ സംഭവിക്കുക, അത് എന്തിലേക്കാണ് കൊടുക്കേണ്ടത്, കറണ്ട് നെക്സ്റ്റിലേക്കാണ് കൊടുക്കേണ്ടത് അല്ലേ. ഓക്കെ, കറണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ആക്കി. ഇനി എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത്, അത് നെക്സ്റ്റിലേക്ക് നീക്കി ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. ഇനി പ്രീവിയസ് ഇങ്ങോട്ട് വന്നു അല്ലേ, എന്തിലേക്ക്, കറണ്ടിലേക്ക് വന്നു. അപ്പം പ്രീവിയസ് ഈക്വൽ ടു കറണ്ട് കൊടുത്തു. ഇനി എന്താ വരുന്നത്, അത് കഴിഞ്ഞാൽ കറണ്ടിന് എന്തായി, നെക്സ്റ്റ്, കറണ്ട് നെക്സ്റ്റ് ആയി. കറണ്ട് എന്നുള്ളത് കറണ്ട് നെക്സ്റ്റോ അല്ലെങ്കിൽ നെക്സ്റ്റോ ആയി, നെക്സ്റ്റ് ആയി. ഓക്കെ, അപ്പം ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് വരെ സംഭവിക്കുക. ഇത് നെക്സ്റ്റ് മുന്നോട്ട് പോയി കറണ്ട് അതിനെ ഫോളോ ചെയ്ത് വന്നു. എവിടം വരെ, കറണ്ട് നള്ളാവാത്തത് വരെ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവർ. അതൊക്കെ ലിങ്കിങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഓക്കെ, ഇവിടെ ഇത് തിരിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും, പ്രീവിയസ് മുന്നോട്ട് വന്നു, കറണ്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഹെഡ് പോയിന്ററിന് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യണം, നമ്മൾ ലാസ്റ്റ് നമ്മളെ നോഡ് ഏതായിരുന്നു അതിലേക്ക് പോയിന്റ് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക്, അതായത് ഹെഡ് പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സ്റ്റാർ PTR അല്ലേ, ഇവിടെ എഴുതണം എല്ലാം കഴിഞ്ഞിട്ട്. സ്റ്റാർ PTR എന്ന് പറയുന്നത് നമുക്ക് എന്താവണം, നമുക്ക് ഈ പ്രീവിയസ് വാല്യൂ, കാരണം നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പം നള്ളായി പോയിണ്ടാവും, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ കറണ്ട് നള്ളായി പോയിണ്ടോ അല്ലേ, കാരണം നള്ളായതുകൊണ്ടാണല്ലോ. അപ്പം സ്റ്റാർ PTR നള്ളാക്കാൻ പാടില്ല. സ്റ്റാർ PTR ഏറ്റവും ലാസ്റ്റ് വാല്യൂ ഏതാ, അവിടെ പ്രീവിയസ് എത്തിയിട്ടുണ്ടോ, അപ്പോഴത്തേക്ക് പ്രീവിയസ് കാരണം നള്ളാകുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അവിടെ എന്തൊരു വിഷയം ഉണ്ടല്ലോ, എവിടെയോ. ഓക്കെ, സ്റ്റാർ പ്രീവിയസ് ആണ്, ഇപ്പം പ്രീവിയസ് അല്ല, അതുകൊണ്ട് പ്രീവിയസ് ഈസ് ഇക്വൽ ടു ഓക്കെ കറണ്ട് എന്നല്ലേ കൊടുത്തത്. ഓക്കെ ഓക്കെ 1 2 3 4 5 1 2 3 4 5 അടിച്ചു. അത് 5 4 3 2 1 ആയിട്ട് കയറി, എന്നിട്ട് റിവേഴ്സ് ചെയ്തിട്ട് 1 2 3 4 5 എന്നായി വീണ്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ലോജിക്ക്, അതായത് ഡിലീഷനും പിന്നെ റിവേഴ്സ്, ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കുറച്ചും കൂടെ 2-3 ടോപ്പിക്കും കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ ഈ സാമ്പിൾ പ്രോബ്ലംസ് ഇതുപോലെ തന്നെ ഒരുപാട് റിവേഴ്സ് ചെയ്യുന്ന, റിക്കർഷൻ വെച്ച് റിവേഴ്സ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ലൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ലിങ്ക് ലിസ്റ്റിൽ, അങ്ങനത്തെ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും, ഇങ്ങനൊരു പല പല ഡാറ്റ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയൊക്കെ കളിക്കാമെന്നുള്ള ഒരു ടോപ്പിക്സ്. അപ്പോൾ അത് നമ്മൾ ഇനിയൊരു 2-3 ദിവസത്തിൽ
ലൈവ് സെഷനായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.